താങ്കൾ പറഞ്ഞതുപോലെ 98-ൽ കേസ് തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്ന CBIയുടെ റിപ്പോർട്ട് സുപ്രീം കോടതി ശരിവെക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് കുറ്റാരോപിതരായവർ പിന്നീട് നിരപരാധികളാണെന്ന് കണ്ട് വിട്ടയക്കപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ ഇത്രയെല്ലാം സംഭവങ്ങൾക്ക് വേണ്ട തെളിവുകൾ ശേഖരിച്ച, ഇതേക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ടുകൾ ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ഉൾപ്പെടെ നൽകിയിട്ടുള്ള കേരളത്തിലെ അന്വേഷണ സംഘത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് ആ ഭരണകൂടത്തിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വമല്ലേ എന്നിടത്താണ് എൻ്റെ ചോദ്യം. ഇതുപോലെ വ്യാജമായ തെളിവുകളുടെ പേരിൽ അല്ലെങ്കിൽ മതിയായ തെളിവുകളുടെ അഭാവത്തിൻ്റെ പേരിൽ പലതരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ പിന്നീട് വന്നതനുസരിച്ച് ചില രാഷ്ട്രീയ ലാഭത്തിൻ്റെ ഒക്കെ പേരിൽ ഇതേപോലെ കേസുകൾ കെട്ടിച്ചമച്ച് രാജ്യദ്രോഹം കുറ്റം ചുമത്തി ജനങ്ങൾക്ക് മുന്നിൽ, പൊതുസമൂഹത്തിന് മുന്നിൽ കുറ്റക്കാരാക്കി നിർത്തിയ ശേഷം പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ഭരണകൂടം തയ്യാറാകണ്ടേ? അവിടെ എവിടെയാണ് നമുക്ക് തടസ്സമുള്ളത്? നിയമപരമായ തടസ്സത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു ഫാക്ച്വൽ ആസ്പെക്ട് നമ്മൾ കുറച്ചുകൂടെ വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. കേരള പോലീസ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 17 ദിവസം മാത്രമാണ് അന്വേഷണം നടത്തിയത്. ആ 17 ദിവസത്തെ അന്വേഷണത്തിൽ നിന്നും പ്രാരംഭ തെളിവുകൾ മാത്രമാണ് ലഭ്യമാകുന്നത്. ആ ലഭ്യമാകുന്നത് തന്നെ കേരളത്തിന് പുറത്തുള്ള മറ്റ് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ, അതുപോലെ കേന്ദ്രത്തുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പല സ്ഥലങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ, ആ പല സ്ഥലങ്ങളിലും ഗൂഢാലോചന നടന്നു എന്നുള്ള തെളിവ് വരേണ്ടതുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള പോലീസ് അന്വേഷണം തങ്ങളുടെ കൈകളിൽ പരിമിതമായിട്ടുള്ള കഴിവും സോഴ്സും വെച്ചുകൊണ്ട് നടത്തിക്കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് എത്തുകയില്ല എന്ന് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു കേന്ദ്ര ഏജൻസി വേണമെന്ന് ആവശ്യപ്പെടുന്നത്. അപ്പൊ 17 ദിവസം മാത്രമുള്ള പ്രാരംഭ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമായ നിഗമനങ്ങളിൽ എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വ്യക്തമായ നിഗമനങ്ങളിൽ എത്തിച്ചേരാത്ത ഉദ്യോഗസ്ഥന്മാരെ പിന്നീട് ആ കേസിന്റെ ഒരു പരിണിത ഫലമായിട്ട് അവർ കുറ്റമുക്തരാക്കപ്പെടുന്ന പ്രതികൾ വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരെ പൂർണ്ണമായും ഒരു കുറ്റവാളി എന്ന നിലയ്ക്ക് നിർത്തുന്നത് അതിലെത്രമാത്രം ശരിയുണ്ട്, സാങ്കത്യമുണ്ട് എന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ട വിഷയം. പിന്നെ അതുപോലെ ഉദ്യോഗസ്ഥന്മാർ മനഃപൂർവ്വമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് ബോധ്യപ്പെടുത്താനോ തെളിവ് ശേഖരിക്കുവാനോ അല്ലെങ്കിൽ തെളിവ് നിരത്തുവാനോ ഈ ആരോപിക്കുന്ന ആർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല. ഇവിടെ രാജ്യാന്തര ഗൂഢാലോചനയെ കുറിച്ച് പറയുന്നുണ്ട്. രാജ്യാന്തര ഗൂഢാലോചനയെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് അമേരിക്കയുടെ CIA ഇടപെടലുണ്ടായോ എന്നൊക്കെ എന്ത് തെളിവാണ് ഇതുവരെ സ്വീകരിക്കപ്പെട്ടുള്ളത്, ഇതുവരെ അംഗീകരിക്കപ്പെട്ടുള്ളത്, ഇതുവരെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താനോ അന്വേഷണം നടത്തിക്കുവാനോ ഇത് ആവശ്യപ്പെടുന്നവർക്ക് കഴിയുന്നിട്ടുമില്ലല്ലോ. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ മുറയിൽ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അന്ന് ഇത് അന്വേഷിച്ച ആളുകളെ വാഴ്ത്തിയിരുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഇകഴ്ത്തുവാനും അവരെ താഴ്ത്തിക്കെട്ടുവാനായിട്ടുള്ള ശ്രമം നടത്തുന്നത് എന്നുള്ളത്. കേവലം 17 ദിവസത്തെ അന്വേഷണം കൊണ്ട് വ്യക്തമായ കാര്യങ്ങൾ പുറത്തു വരാനായിട്ട് കഴിയുകയില്ല എന്നിരിക്കെ കേവലം നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രതിസ്ഥാനത്ത് നിർത്തിയ ഇവർ പ്രതികളാണെന്ന് പറയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ആ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ കുറ്റവാളികളാണ് എന്ന നിഗമനത്തിലെത്തുന്നത് തെറ്റാണ് എന്നാണ് എന്റെ അഭിപ്രായം. റൈറ്റ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇവിടെ നേരത്തെ ശ്രീ ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു, കേരളത്തിലെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ കെ കരുണാകരനെ ഒതുക്കാൻ വേണ്ടി നടത്തിയ ഗ്രൂപ്പ് നീക്കങ്ങളുടെ ഭാഗമായി, അതിൽ അന്ന് ചെറിയാൻ ഫിലിപ്പും ഭാഗമായിരുന്നു, അതിൻ്റെ ഭാഗമായി ഈ വീണ് കിട്ടിയ സംഭവങ്ങളെല്ലാം ഫലപ്രദമായി ഉപയോഗിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി ചെയ്തത്. അതിന് അദ്ദേഹം ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചു എന്ന കാര്യത്തിൽ അദ്ദേഹം തീർപ്പ് പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഭാഗമായിരുന്നു അന്ന് ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നവരും എന്ന് ചെറിയാൻ ഫിലിപ്പ് പറയുന്നുണ്ട്. താങ്കൾ പറഞ്ഞു CBIയുടെ ഈ അന്വേഷണത്തെ അല്ലെങ്കിൽ CBIയുടെ റിപ്പോർട്ടിനെ കേരള സർക്കാർ അംഗീകരിക്കുന്നില്ല. അങ്ങനെ കേരള സർക്കാർ അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ വലിയൊരു ആക്ഷേപം ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ അന്നത്തെ ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൽ അത് പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കുന്ന കാര്യത്തിൽ പ്രാഥമിക തെളിവുകളാണെങ്കിൽ പോലും അവർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ്. ആ തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരായ ഒരു അന്വേഷണം അത് ആവശ്യമാണെങ്കിൽ അതുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തയ്യാറാകേണ്ടിയിരുന്നതല്ലേ? ചെറിയാൻ ഫിലിപ്പ് നേരത്തെ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് താങ്കൾക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? തീർച്ചയായിട്ടും ഈ കേസ് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും വ്യക്തികളുടെയും ഭാവനയ്ക്കനുസരിച്ച് കെട്ടിപ്പടുത്തൊരു കേസാണ്. ഈ കേസിൻ്റെ ഒരു ഉത്ഭവ സ്ഥാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മറിയം റഷീദ എന്ന് പറയുന്ന സ്ത്രീയെ മാലിദ്വീപിലെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മിലിറ്ററി ഇൻ്റലിജൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ മാലിയിൽ ആഭ്യന്തര കലാപം സൃഷ്ടിച്ചുകൊണ്ട് അവിടുത്തെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നു. ആ നീക്കവുമായി ബന്ധപ്പെട്ട ചില ആളുകൾ അവിടുന്ന് കടന്ന് കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്നും കേരളത്തിൽ മാത്രമല്ല ബാംഗ്ലൂരുണ്ടെന്നും കിട്ടിയ വിവരത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മിലിറ്ററി ഇൻ്റലിജൻസ് ഒരു സ്പൈ ആയിട്ടാണ് ഈ സ്ത്രീയെ കേരളത്തിലേക്ക് വിടുന്നത്. ഈ സ്ത്രീ ഇവിടെ വന്നു, ഇവിടെ അവരുടെ വിസയുടെ കാലാവധി കഴിഞ്ഞിട്ട് ഇവിടെ
അനധികൃതമായി താമസിച്ചു. സംശയാസ്പദമായ സാഹചര്യത്തിൽ അവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു ഫയൽ കണ്ടെടുക്കുകയുണ്ടായി. ആ ഫയലിൽ നിന്ന് ചില വിവരങ്ങൾ കേരള ഗവൺമെന്റിന് കിട്ടി. അത് ഒഫീഷ്യൽ സീക്രട്ട്, ശ്രീ ബഹുമാന്യനായ ശ്രീ ഉദയഭാനു പറഞ്ഞതുപോലെ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് ലംഘിച്ചതായിട്ടുള്ള ചില വിവരങ്ങൾ ആ ഫയലിൽ നിന്ന് ശേഖരിക്കാൻ കഴിഞ്ഞു. കാരണം കേരളത്തിലെ ISROയിലെ പ്രബലരായ ഈ സയന്റിസ്റ്റുമാർ നിരവധി പ്രാവശ്യം ഈ മറിയം റഷീദയും കൂടുള്ള സ്ത്രീയെയും ബന്ധപ്പെട്ടതായി തെളിവുകൾ ലഭിച്ചു. ആ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയിട്ട് ഇത് കേരളത്തിലും ഇന്ത്യയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കേസല്ല, അന്തർ സംസ്ഥാന അല്ലെങ്കിൽ അന്തർരാജ്യ ബന്ധമുള്ള ഒരു കേസായതുകൊണ്ടാണ് 17 ദിവസത്തെ അന്വേഷണത്തിന് ശേഷം ഈ കേസ് CBI വിട്ടത്. അപ്പോൾ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് എന്ന് പറയുന്നത് ലംഘിച്ചു എന്നുള്ള ഒരു നഗ്നമായ യാഥാർത്ഥ്യമാണ്. അതിന് തെളിവുകളുണ്ട്. ആ തെളിവുകളെ കുറിച്ചുള്ള കൂടുതൽ സമഗ്രമായ അന്വേഷണം നടത്താനാണ് കേരള ഗവൺമെന്റ് ഈ കേസ് CBIക്ക് വിട്ടത്. അപ്പൊ കേരള ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ കേസ് അന്വേഷിച്ചത് 17 ദിവസമാണ്. ആ 17 ദിവസം അവർക്ക് യാതൊരു വീഴ്ചയും വന്നിട്ടില്ല, അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു കൃത്യവിലോപവും വന്നിട്ടില്ല. അവർ ഈ കേസ് എക്സാജറേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ചാരക്കേസോ അല്ലെങ്കിൽ ഈ ചെറിയാൻ ഫിലിപ്പ് പറയുന്ന കണക്ക് ക്രയോജനിക് വിദ്യ ഒന്നും ഇന്ത്യക്ക് ഇതുവരെ പ്രാപ്തമായിട്ടില്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതാ ഞാൻ പറഞ്ഞത്, ഭാവനയ്ക്കനുസരിച്ച് കാര്യങ്ങൾ മെനഞ്ഞെടുത്ത് നിരപരാധികളായി. ഇതിനകത്ത് നമ്പി നാരായണൻ നിരപരാധിയാണ്, ശരിയായിരിക്കാം. അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരള പോലീസ് അല്ല. കേരള പോലീസ് അവരെ ചോദ്യം ചെയ്തത് വീഡിയോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ക്ലിപ്പിംഗ്സ് ഉണ്ട്, അത് കോടതിയിൽ ഹാജരാക്കി. ചെറിയാൻ ഫിലിപ്പ്, ഈ ചർച്ചയിൽ താങ്കൾ ശ്രദ്ധിച്ചല്ലോ, രാജ്മോഹൻ ഉണ്ണിത്താനും അഡ്വക്കേറ്റ് AP ഉദയഭാനുവും ഒരു പോയിന്റിൽ അവർ ഒരുമിച്ച് നിൽക്കുന്നു. അതായത് കേവലം 17 ദിവസം മാത്രം അന്വേഷിച്ചിട്ടുള്ള കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ പ്രാഥമികമായ തെളിവുകൾ മാത്രം സ്വരൂപിക്കുകയും അതിനുശേഷം കേസ് ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് അല്ലെങ്കിൽ CBIയിലേക്ക് കൈമാറുകയും ചെയ്തു. ഈ 17 ദിവസത്തെ അവരുടെ കേസ് അന്വേഷണത്തിൽ പാകപ്പിഴകൾ സംഭവിച്ചിട്ടില്ല. കേവലം 17 ദിവസത്തെ കേസ് അന്വേഷണത്തിന്റെ പേരിൽ ആ കേസ് അന്വേഷണത്തിൽ പിഴവുകളുണ്ട് എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നത് ന്യായീകരിക്കാൻ കഴിയില്ല. ഇതാണ് ഈ വിഷയത്തിൽ രണ്ടുപേരുടെയും നിലപാട്. താങ്കൾ അതിനെ അംഗീകരിക്കുമോ? ശ്രീ ചെറിയാൻ ഫിലിപ്പ്. എന്നോടാണോ? അതെ അതെ, താങ്കളോട് തന്നെ. അതായത് ഈ കേസ് 17 ദിവസം കൊണ്ട് അന്വേഷിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു കെട്ടുകഥയാണ്. അതായത് മറിയം റഷീദയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ ആദ്യം തനിനിറം പത്രത്തിലാണ് വരുന്നത്, പിന്നീട് ദേശാഭിമാനിലാണ്, പിന്നീട് എല്ലാ പത്രങ്ങളിലും വന്നു. ഈ പത്രങ്ങളിൽ വരുന്ന സമയത്താണ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പൊതുസമൂഹം അന്വേഷിക്കുന്നത്. അതിനുശേഷമാണ് ഇത് DYSPയെയും പിന്നീട് ഉയർന്ന റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഏൽപ്പിക്കുന്നത്. അവർ നടത്തിയ അന്വേഷണത്തിൽ നമ്പി നാരായണനും ശശികുമാറിനുമൊക്കെ ഇവരുമായി ബന്ധമുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ പറയുന്ന അന്വേഷണത്തിൽ നമ്പി നാരായണന് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇവർക്കുള്ളതായി ഒരു തെളിവും കണ്ടെത്തിയിട്ടില്ല. മാത്രവുമല്ല, ഈ പറയുന്ന ISRO ബന്ധപ്പെട്ട ഫയലുകൾ എന്ന് പറയുന്നതും കെട്ടിച്ചമച്ച കഥയാണെന്നാണ് പിന്നീട് അന്വേഷണം വന്നിട്ടുള്ളത്. നമ്പിനാരായൺ ഉൾപ്പെടെയുള്ള ആളുകളെ വളരെ ക്രൂരമായി തന്നെ പീഡിപ്പിച്ചു എന്ന് അന്ന് തന്നെ പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്ന ആളുകൾ കള്ളക്കേസ് ചമച്ചത് യഥാർത്ഥത്തിൽ ഒരു ഭാവനയിൽ തന്നെയാണ്. അതായത് സെൻട്രൽ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെയൊരു സംഭവമുണ്ട് എന്ന് പറഞ്ഞ ഒരു കഥ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചു എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞാൻ ഉൾപ്പെടെയുള്ള A ഗ്രൂപ്പ് നേതാക്കന്മാർക്ക് അപ്പോൾ തന്നെ ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്നും ഈ അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് വിവരം ലഭിച്ചിരുന്നു. ആ വിവരമാണ്, ആ കള്ളക്കഥയാണ് ഞങ്ങൾ പത്രത്തിലൂടെ പ്രചരിപ്പിച്ചത്. ശ്രീ കെ മുരളീധരൻ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ കെ മുരളീധരൻ MLA ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ മുരളീധരൻ, ചാരക്കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൽ പിഴവുണ്ടായിട്ടുണ്ടെന്നും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നുമുള്ള CBIയുടെ നിർദ്ദേശം, CBIയുടെ റിപ്പോർട്ടിൽ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടില്ല. അത് ഇനി 30 ദിവസത്തിനകത്ത് അതിനകത്ത് സർക്കാർ തീരുമാനം അറിയിക്കണം എന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ കോടതി ഇടപെടലിനെ താങ്കൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ആ കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു. യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ഇത് സഹായിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഏതായാലും ഹൈക്കോടതിയുടെ വിധി നല്ല ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിന് സ്വാഗതം ചെയ്യുന്നു.
ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് വക്താവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത് ഈ 17 ദിവസം മാത്രമാണ് കേരളത്തിലെ ഉദ്യോഗസ്ഥർ ഈ കേസ് അന്വേഷിച്ചിട്ടുള്ളത്. ഈ 17 ദിവസം പ്രാഥമികമായ തെളിവുകൾ ശേഖരിക്കുക മാത്രമാണ് ചെയ്തത്. അവരുടെ അന്വേഷണത്തിൽ പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നു, CBIയുടെ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിട്ടില്ല, അതുകൊണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കേണ്ട ആവശ്യമില്ല. മൂന്നാമതായി അദ്ദേഹം പറയുന്നു, ഇനി അഥവാ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ തന്നെ അവരെല്ലാം ഇപ്പോൾ സർവീസിൽ നിന്ന് പുറത്തുപോയി കഴിഞ്ഞു, ഇനി അവർക്കെതിരെ എന്ത് നടപടി എടുക്കാനാണെന്ന്. ഞാൻ ആര് പറഞ്ഞാലും മറുപടി ഒന്നും പറയുന്നില്ല. CBI അന്വേഷണം ഇവിടെ ഈ അന്വേഷണം ശരിയല്ല, വീണ്ടും അന്വേഷിക്കണം എന്നുള്ള ഹൈക്കോടതി വിധിയെ സാധാരണമാണ്. അപ്പോൾ 3 ഉദ്യോഗസ്ഥന്മാർക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം നടക്കേണ്ടത്. അത് അന്വേഷണം നടക്കുമ്പോൾ സത്യം പുറത്തു വരട്ടെ. ശ്രീ കെ മുരളീധരൻ, എന്തുകൊണ്ടാണ് കോൺഗ്രസിനുള്ള നിലപാടിൽ നിന്ന് വിരുദ്ധമായ ഒരു നിലപാട് താങ്കൾക്ക് ഈ വിഷയത്തിലുള്ളത്? ഇതിൽ നിന്ന് എന്ത് കൂടുതൽ സത്യങ്ങൾ പുറത്തു വരുമെന്നാണ് താങ്കൾ കരുതുന്നത്? അതായത് ചാരക്കേസിന്റെ പേരിൽ കെ കരുണാകരനെ ജനങ്ങളുടെ മുമ്പിൽ ഒരു തെറ്റുകാരനായി ചിത്രീകരിച്ച ആ നടപടി തെറ്റാണെന്ന് ഭാവിയിലെങ്കിലും ചെയ്യണം. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെ സ്വാഗതം ചെയ്യുന്നത്. ശ്രീ മുരളീധരൻ, ഇവിടെ ശ്രീ ചെറിയാൻ ഫിലിപ്പ് പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്, ഇന്നും അദ്ദേഹം ചർച്ചയിൽ പറഞ്ഞു, ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് നീക്കത്തിന്റെ ഭാഗമായി അന്നത്തെ ഈ സംഭവങ്ങളെ, അന്നത്തെ വാർത്തകളെയും അന്നത്തെ മാധ്യമങ്ങളെയും എല്ലാം അവർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഉദ്യോഗസ്ഥർ ഉപയോഗിച്ചെന്ന കാര്യത്തിൽ അദ്ദേഹം ഉറപ്പ് പറയുന്നില്ല. ഉദ്യോഗസ്ഥരെ കൂടി ഉപയോഗിച്ച് കെ കരുണാകരനെതിരെ നീക്കം നടത്തിയെന്നാണോ താങ്കൾ പറയുന്നത്? ഞാൻ സൂചിപ്പിച്ചത് കെ കരുണാകരനെ ചാരക്കേസിൽ അനാവശ്യമായിട്ട് വിളിച്ചിറക്കി അദ്ദേഹത്തിന്റെ സൽപ്പേരിന് ഭംഗമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ ആരാണെന്ന് അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ. അല്ല ഞാനിവിടെ ആരെയും കുറ്റക്കാരായിട്ട് പ്രാഥമികമായിട്ട് കാണുന്നൊന്നുമില്ല. അന്വേഷണം നടക്കട്ടെ, കുറ്റക്കാരാരാണെങ്കിൽ അതിന് ശ്രമിക്കപ്പെട്ടെ. ഈ പറഞ്ഞ 3 ഉദ്യോഗസ്ഥർ, സിബി മാത്യൂസും വിജയനും ജോഷുവയും അടക്കമുള്ള 3 ഉദ്യോഗസ്ഥർ നടപടി അർഹിക്കുന്നുണ്ടോ? അല്ല, അവര് കേസ് അന്വേഷിച്ചത്. ആ കേസ് അന്വേഷണമാണ് രമൺ ശ്രീവാസ്തവയിലേക്കും ശ്രീവാസ്തവയിലൂടെ കെ കരുണാകരനിലേക്ക് എത്തിച്ചേർന്നത്. അതുകൊണ്ട് അവർ എന്ത് സാഹചര്യത്തിലാണെങ്കിലും സംസ്കൃതത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തത്, എന്തായിരുന്നു കേസ് എടുക്കാനുള്ള സാഹചര്യം, ഇതൊക്കെ അവർക്ക് പറയേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഈ 3 ഉദ്യോഗസ്ഥന്മാർക്കെതിരായിരിക്കും അന്വേഷണം നടക്കുമ്പോൾ ഏകദേശം സത്യം പുറത്തു വരും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ സർവീസിൽ ഇല്ലാത്ത ആളുകൾക്കെതിരെ എങ്ങനെ നടപടി സ്വീകരിക്കും? സർവീസിലുള്ള കാലത്ത് ചെയ്ത വ്യക്തികൾക്ക് സർവീസ് ഇല്ലെങ്കിലും നടപടി സ്വീകരിക്കാവുന്നതാണ്. അത് പുറത്താക്കലല്ല. അവർക്കെതിരായിട്ട് അവർ സർവീസ് കാലത്ത് ചെയ്ത വ്യക്തികൾക്ക് ഇനിയൊരു ശിക്ഷ കൊടുത്ത ഒരുപാട് അനുഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. കെ കരുണാകരനെതിരെ നീക്കം നടത്തിയവരെ പുറത്തു കൊണ്ടുവരണം എന്നതാണ് താങ്കളുടെ ആഗ്രഹം, അത് മനസ്സിലാക്കുന്നു. പക്ഷേ സർക്കാരിന്റെ നിലപാട് നേരെ വിരുദ്ധമാണ്. സർക്കാർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവുക? ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ച് നിർത്താം എന്നുള്ളതായിരിക്കുമോ? മുഖ്യമന്ത്രി പാർട്ടി നിർഭാഗ്യവശാൽ ശ്രീ കെ മുരളീധരൻ അദ്ദേഹം യാത്ര ചെയ്യുകയാണെന്ന് ഞാൻ കരുതുന്നു. റേഞ്ച് കിട്ടുന്നില്ല. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ കെ മുരളീധരൻ MLAയുടെ അഭിപ്രായം താങ്കൾ കേട്ടല്ലോ. ഇതിൽ സത്യം പുറത്തു വരാൻ ഇനിയുമുണ്ട്, അതുകൊണ്ട് ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി ആവശ്യമുണ്ട് എന്ന കോടതി വിധിയെ അദ്ദേഹം സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ കെ മുരളീധരൻ്റെ വികാരം മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ കെ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ഒരു വികാരമായിരുന്നു. കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ചാരക്കേസ് കെട്ടിച്ചമച്ചത്. ഈ ചാരക്കേസ് എന്ന് പറയുന്നതിന് ഒരു രാഷ്ട്രീയ മാനം കൂടി ഉണ്ടെന്ന് ശ്രീ ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു. കാരണം ആ മാനത്തിന് നേതൃത്വം കൊടുത്ത ഒരാളാണ് ശ്രീ ചെറിയാൻ ഫിലിപ്പ്. കാരണം ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി കെട്ടിച്ചമച്ച് സ്വാഭാവികമായി കഥകൾ മെനഞ്ഞെടുത്ത് അതിൽ കരുണാകരനെ കുടുക്കി അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം തെറിപ്പിച്ചു. സത്യത്തിൽ CBIയുടെ അന്വേഷണത്തിന് റിപ്പോർട്ട് വന്നപ്പോൾ ഈ ചാരക്കേസ് എന്ന് പറയുന്നത് ഒരു ഫാൾ സ്റ്റോറിയാണെന്ന് വന്നപ്പോൾ സ്വാഭാവികമായി അതിലൂടെ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട ശ്രീ കരുണാകരനാണ്. ശ്രീ കരുണാകരന് തിരിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്ത് മടങ്ങി വരാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട കാലയളവുകൾ വീണ്ടെടുക്കാനും കഴിഞ്ഞില്ല. അപ്പോൾ സ്വാഭാവികമായി ലെറ്റ് ബൈഗോൺസ് ബി ബൈഗോൺസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ മാധ്യമ വിചാരണയിലൂടെ ശ്രീ കെ കരുണാകരനുണ്ടായ അപമാനം, അദ്ദേഹത്തിനുണ്ടായ സ്ഥാനനഷ്ടം, ഇതൊന്നും വീണ്ടെടുക്കാൻ ഇന്നും അദ്ദേഹം മരിച്ചു വർഷങ്ങൾ കഴിഞ്ഞിട്ടും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു നഗ്നമായ